കുറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യരുത്. ചിലപ്പോഴൊക്കെ അതൊരു ഫ്രാക്ചർ ആവാം. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. 1, ആ കയ്യിന് നല്ല വീക്കം വരിക, ഭയങ്കരമായ വേദന ഉണ്ടാവുക. പ്രത്യേകിച്ച് വീക്കം പെട്ടെന്ന് കൂടുന്നതാണെങ്കിൽ ഫ്രാക്ചറിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റൊന്ന്, നിർത്താതെയുള്ള കരച്ചിലാണ്. ഒരു അരമണിക്കൂർ കൂടുതൽ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് നിർത്താനാവുന്നില്ല എങ്കിൽ എന്തായാലും അതൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി ആ കയ്യിനോ കാലിനോ അബ്നോർമലായിട്ടൊരു ഷേപ്പോ ബെൻഡോ ഉണ്ടെന്ന് കരുതുക, അത് തീർച്ചയായും ഒരു എമർജൻസിയാണ്. അത് ഫ്രാക്ചറോ അതല്ലെങ്കിൽ ജോയിന്റ് തെറ്റിയതോ ആയിരിക്കാം. ആ കുട്ടി കയ്യോ അല്ലെങ്കിൽ ആ കാലോ തീരെ യൂസ് ചെയ്യുന്നില്ല. കൈയാണെങ്കിൽ തീരെ കൈ അനക്കുന്നില്ല, കൈ തൂക്കി ഇങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാണെങ്കിൽ നടക്കാൻ തീരെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എക്സ്റേ എടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഫ്രാക്ചർ ഡിറ്റക്ട് ചെയ്യാം. ചെറിയ ചികിത്സയിൽ മാറ്റം വരും. സേവ് ചെയ്തോളൂ, എല്ലാ പാരൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്.